ഹലോ, ഇന്ന് ഷെയർ ചെയ്യുന്നത് നമുക്ക് കുറേ നാൾ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നൊരു പെരുന്നാളപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. എൻ്റെ വീട്ടിലൊക്കെ മുമ്പേ ചെയ്യാറുള്ളൊരു പെരുന്നാളപ്പമാണിത്. പൈസപ്പത്തിൽ എന്നാണ് കേട്ടോ ഇതിനെ പറയുന്നത്. നമുക്കിത് കുറേ നാൾ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പം നോക്കാം ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ അതാ ഇതിന് വേണ്ടിയിട്ട് 2.5 കപ്പ് പച്ചരിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. 1/2 കിലോ പച്ചരിയാണ്. അപ്പോൾ ഇത് കുതിർത്ത് വെച്ച ശേഷം കഴുകി എടുത്തിട്ടുള്ള അരിയാണ്. ഇതിലോട്ടിന് വേണ്ടത് 1 മുറി തേങ്ങയാണ് കേട്ടോ. ഒരു തേങ്ങയുടെ നേരെ പകുതി തേങ്ങയാണ് വേണ്ടത്. പിന്നെ ഒരു മുട്ട. ഇനി വേണ്ടത് പാകത്തിനുള്ള ഉപ്പും പാകത്തിന് വെള്ളവും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കാം കേട്ടോ. കുറച്ച് ലൂസായിട്ട് അരച്ചെടുത്താലൊന്നും കുഴപ്പമില്ല. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് ഒരു ചൂടായ ഒരു ഫ്രൈ പാനിലോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലൊക്കെ ആക്കിയിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് ഇത് തിക്കാക്കി എടുക്കണം. നമ്മളിതുപോലെ വാട്ടിയെടുത്തിട്ട് ഒന്ന് തിക്കാക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ചെയ്യണം കേട്ടോ. ഇനി ഇതിലോട്ട് നമ്മൾ പത്തിരിപ്പൊടി അല്ലെങ്കിൽ പച്ചരിപ്പൊടി ഒന്നും ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് അങ്ങനെ ചെയ്യാനൊന്നും പറ്റില്ല. ഈ ഒരു രീതിയിൽ തന്നെ ചെയ്യുക, എന്നാലേ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ ഇനി ഇപ്പോൾ ഞാൻ എല്ലാം മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ടില്ല. ഇപ്പോൾ ഇതുപോലെ കുറേശ്ശെ ഇട്ടിട്ടാണ് ഞാൻ വാട്ടിയെടുക്കുന്നത്. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലോട്ട് ആക്കിയിട്ട് വീണ്ടും ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ വാട്ടിയെടുത്താൽ മതി. പിന്നെ ചട്ടിപ്പത്തിലെന്ന് പറഞ്ഞിട്ട് ചെയ്യലുണ്ട്, അത് വേറൊരു രീതിയാണ്. തേങ്ങ അരക്കുമ്പോൾ ചേർക്കൂല, ഇതുപോലെ വാട്ടിയെടുത്ത ശേഷം ചിരകിയ തേങ്ങ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം കേട്ടോ. പിന്നെ അത് പരത്തിയെടുക്കുമ്പോൾ കുറച്ച് വലിയ സൈസിൽ പരത്തിയെടുക്കാറുണ്ട്. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് എല്ലാം വാട്ടിയെടുത്തിട്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ലൊരു ബോൾസാക്കി എടുക്കാൻ പരുവത്തിന് തന്നെ നല്ല പാകത്തിന് കുഴച്ചെടുത്തിട്ടുണ്ട്. കട്ടയൊക്കെ ഉണ്ടെങ്കിലൊക്കെ നന്നായി ഉടച്ച് ഇതുപോലെ നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുക. ഇനി നമുക്കിത് ചെറിയ ബോൾസാക്കിയിട്ട് ചെറിയ മണി പോലെ ബോൾസാക്കിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പരത്തിയെടുക്കാം ഓരോന്നായിട്ട്. അങ്ങനെ പരത്തിയെടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ ഈസി ആയിട്ട് ഇതുപോലെ വേണമെങ്കിലും പരത്തിയെടുക്കാം കേട്ടോ. കുറച്ച് പത്തിരിയൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന സൈസിനേക്കാളും കുറച്ച് ഒരിച്ചിരി വലിയ സൈസിൽ തന്നെ ബോൾസാക്കി എടുത്തിട്ട് നമുക്കിതുപോലെ നല്ല തിന്നായിട്ട് വേണം പരത്തിയെടുക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു പത്തിരി പ്രസ്സിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് വെച്ചിട്ടാണ് ഇതുപോലെ പരത്തിയെടുക്കുന്നത്. പത്തിരിയൊക്കെ പരത്തുന്ന പോലെ ഈ ഒരു ഷീറ്റിൽ ഒരു ഇച്ചിരി എണ്ണ വേണമെങ്കിൽ തടവി കൊടുക്കാം കേട്ടോ, നമുക്ക് പെട്ടെന്ന് ഇളകി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല തിന്നായിട്ട് തന്നെ ഇതുപോലെ പരത്തിയെടുക്കുക ആദ്യം. അപ്പോൾ ഈ ഒരു പത്തിരി പ്രസ്സിൽ അത്ര പെട്ടെന്ന് തിന്നായി കിട്ടാറില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് 2-3 പ്രാവശ്യം ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ട് ഇങ്ങനെ പരത്തിയെടുക്കുന്നത്, എല്ലാ സൈഡും ഒരേ കനത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ നല്ല തിന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് എന്തെങ്കിലും ഒരു മൂടി വെച്ചിട്ട് ചെറിയൊരു മൂടി വെച്ചിട്ട് ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. മൊത്തത്തിലെല്ലാം റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്കെല്ലാം ഒരേ സൈസിൽ നമുക്ക് കിട്ടും ഈ ഒരു പൈസപ്പത്തൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനിങ്ങനെ ഒരു പേര് വരാൻ കാരണം കോയിനില്ലേ, പൈസ എന്ന് പറയില്ലേ കോയിന്, അപ്പോൾ അതിൻ്റെ ഒരു ഷേപ്പാണിത്. അപ്പോൾ അതാണ് പൈസപ്പത്തലെന്ന് ഇതിന് പേര് വന്നത് കേട്ടോ. പണ്ടേ ചെയ്യാറുള്ളൊരു സ്നാക്കാണിത് എൻ്റെ തറവാട്ടിലൊക്കെ. അപ്പോൾ ഈ ഒരു ഷീറ്റിലുള്ളത് മൊത്തത്തിൽ ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് മാറ്റാം. ഇതുപോലെ ഓരോന്ന് എടുത്തിട്ട് ഒരു കോട്ടൺ ക്ലോത്തിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഒന്ന് നിരത്തി പറ്റുമെങ്കിൽ ഒന്ന് നിരത്തിയിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ ഒരുപാട് അങ്ങനെ നിറച്ചിട്ട് കൊടുക്കാതിരിക്കുക. ഓരോന്നായിട്ട് സെപ്പറേറ്റ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ലത്. നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് വീണ്ടും പരത്തിയെടുക്കാനുള്ള സമയം കിട്ടാറുണ്ട് കേട്ടോ. ഫ്രൈ ചെയ്ത് കുറച്ച് ക്രിസ്പി ആയിട്ട് കിട്ടാൻ കുറച്ച് സമയം വേണ്ടി വരാറുണ്ട്. അപ്പോൾ ഇതുപോലെ ഈ ബാക്കിയുള്ളത് ഇതുപോലെ നമുക്ക് മിക്സ് ചെയ്തിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. വീണ്ടും കുഴച്ചിട്ട് വീണ്ടും പരത്തിയെടുക്കാം. അപ്പോൾ ഇതുപോലെ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ നിങ്ങൾക്ക് ചെറുതായിട്ട് വേണമെങ്കിൽ ചെറിയ മണി പോലെ ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് വേണമെങ്കിൽ ഇങ്ങനെ 4 എണ്ണമൊക്കെ ഒരുമിച്ച് വെച്ചിട്ട് ഇതുപോലെ വേണമെങ്കിൽ പരത്തിയെടുക്കാം. പക്ഷേ ഇതുപോലെ പരത്തിയെടുക്കുമ്പോൾ നമുക്ക് എല്ലാം ഒരേ സൈസിൽ കിട്ടണമെന്നില്ല. ചിലത് സൈഡൊക്കെ നല്ലോണം കൂടുതൽ തിന്നായി പോവാറുണ്ട്, തിന്നായിട്ടൊക്കെ വരാറുണ്ട്, ഇങ്ങനെയൊക്കെ കിട്ടാറുണ്ട്. പക്ഷേ നമ്മൾ നേരത്തെ ചെയ്ത പോലെയാണെങ്കിൽ നമുക്കെല്ലാം കുറച്ചും കൂടി ഈസി ആയിട്ട് തന്നെ ചെയ്യാനും പറ്റും, എല്ലാം ഒരേ സൈസിൽ കിട്ടുകയും ചെയ്യും. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് എണ്ണ നല്ല ചൂടായ ശേഷം ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. പിന്നെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലോട്ട് ആക്കിയിട്ടൊക്കെ ഇതിലോട്ട് ഒരുമിച്ച് തന്നെ തട്ടി കൊടുക്കാറുണ്ട് കുറച്ചധികം. പിന്നെ ഫ്രൈ ചെയ്യാൻ നമുക്ക് കുറച്ചധികം ഇതുപോലെ കുറച്ചധികം തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. 2 സൈഡും ഒരു ലൈറ്റ് ബ്രൗൺ കളറായി കിട്ടണം. ഒരിച്ചിരി സമയം എടുക്കാറുണ്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളറായി കിട്ടാൻ വേണ്ടിയിട്ട്. ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക.
അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ളതൊക്കെ പരത്തി കട്ട് ചെയ്തിട്ടൊക്കെ വെക്കാം കേട്ടോ. ഇതിപ്പോൾ ഇതാ ലൈറ്റ് ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട്. കുറച്ച് നേരം ഒന്ന് ആയാൽ മതി, എന്നിട്ട് നമുക്കിത് മാറ്റാം. അപ്പോൾ ഇതുപോലെ നമുക്കൊരു 3-4 പ്രാവശ്യം ഫ്രൈ ചെയ്തെടുക്കാനുള്ള മാവുണ്ട് നമ്മളെടുത്ത അളവിൽ. ഇതിൽ ഒരു ഷീറ്റല്ല കേട്ടോ, ഒരു 3 ഷീറ്റൊക്കെ ഞാൻ പരത്തിയിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഒരു ഷീറ്റാണ് ഞാൻ കാണിച്ചത്, പക്ഷേ 3 ഷീറ്റൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളൊരു പ്രാവശ്യം ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ 3 ഷീറ്റൊക്കെ ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് നല്ലൊരു ലൈറ്റ് ബ്രൗൺ കളറായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇത് നമുക്ക് മാറ്റാം. അപ്പോൾ ഇത് മൊത്തം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നല്ലോണം ചൂടാറിയതിന് ശേഷം നല്ലൊരു കണ്ടെയ്നറിലാക്കിയിട്ട്, നല്ല എയർ ടൈറ്റുള്ള ഒരു കണ്ടെയ്നറിലാക്കി വെക്കാട്ടോ. അപ്പോൾ നമുക്ക് കുറേ നാൾ ഇതിൻ്റെ ഈ ഒരു ക്രിസ്പിനെസ് പോകാതെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. കണ്ടില്ല, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നുണ്ട്. നല്ല ടേസ്റ്റും ഉണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ നല്ലോണം ചൂടാറിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ വേറൊരു കണ്ടെയ്നറിലോട്ട്.